ബോസിന്റെ ഏറ്റവും പുതിയ സീസൺ തുടങ്ങാൻ അധിക നാളുകളില്ല. ഷോയേക്കാൾ ഇപ്പോൾ കൂടുതൽ ചർച്ചയാകുന്നത് ആരൊക്കെയായിരിക്കും ഇത്തവണ വീട്ടിലേക്ക് കയറുന്നത് എന്നാണ്. ശരിക്കും ബിഗ് ബോസിന്റെ അനൗൺസ്മെന്റ് മുതൽ തന്നെ ഗെയിം ആരംഭിക്കുകയാണ്. പ്രഡിക്ഷൻ ഗെയിം. ആരൊക്കെയാണ് മത്സരാർത്ഥികൾ, ആരൊക്കെയാണ് കോമണർ, ആരാണ് ആദ്യ ആഴ്ചയിൽ തന്നെ വൈറലാകുക, ആരാണ് കപ്പുയർത്താൻ സാധ്യതയുള്ളത്, ഇങ്ങനെ നീളുന്നു ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇപ്പോഴിതാ ബിഗ് ബോസ് മലയാളം സീസൺ 8 അടുത്തെത്തുമ്പോൾ അത്തരമൊരു പ്രഡിക്ഷൻ ലിസ്റ്റാണ് സോഷ്യൽ മീഡിയയിൽ വലിയ ചർച്ചയാകുന്നത്. ലിസ്റ്റിലെ ചില പേരുകൾ കണ്ടപ്പോൾ തന്നെ ആളുകൾ പറയുന്നുണ്ട് ഇവരുണ്ടെങ്കിൽ ഈ സീസൺ തീ പാറുമെന്ന്. കാരണം ബിഗ് ബോസ് എന്നത് വെറും ഒരു റിയാലിറ്റി ഷോ അല്ല, അത് മനുഷ്യരുടെ യഥാർത്ഥ സ്വഭാവം പുറത്തുവരുന്ന ഒരു പരീക്ഷണശാലയാണ്. നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെയും ടെലിവിഷനിലൂടെയും കാണുന്ന ഒരാൾ, അയാൾ യഥാർത്ഥ ജീവിതത്തിൽ എങ്ങനെയായിരിക്കും, അതാണ് ബിഗ് ബോസ് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതാണ് പ്രേക്ഷകരെ ആകർഷിക്കുന്നതും. ഈ വർഷവും അതിന് ഒരു മാറ്റവുമില്ല. ഷോ ഔദ്യോഗികമായി മത്സരാർത്ഥികളെ പ്രഖ്യാപിച്ചിട്ടില്ല. പക്ഷേ സോഷ്യൽ മീഡിയ ഇതിനോടകം തന്നെ സ്വന്തം ലിസ്റ്റ് തയ്യാറാക്കി കഴിഞ്ഞു. അതിൽ ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന പേരുകളിൽ ഒന്നാണ് കിച്ചു സുധിയുടേത്. കിച്ചു ശരിക്കും ബിഗ് ബോസിലേക്ക് വരുമോ എന്ന് ആർക്കും ഉറപ്പില്ല. പക്ഷെ ഒരുപാട് പേർ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ജനപ്രീതിയുടെ കാര്യത്തിൽ കിച്ചു വളരെ ശക്തനായ മത്സരാർത്ഥിയാകാം. വർഷങ്ങളായി മലയാളികൾക്കിടയിൽ പരിചിതനായ മുഖം, സഹതാപവും പിന്തുണയും സ്നേഹവും ഒരുപോലെ ലഭിക്കുന്ന വ്യക്തി. അതുകൊണ്ട് തന്നെ ചിലർ ഇപ്പോഴും പറയുന്നുണ്ട് കിച്ചുവിന് ഒരു കപ്പ് എന്ന്. പക്ഷെ ഇവിടെ ഒരു കാര്യം മറക്കരുത്, ബിഗ് ബോസ് എന്നത് ജനപ്രീതി മാത്രം കൊണ്ടുള്ള കളിയല്ല. അവിടെ ക്ഷമ വേണം, സ്ട്രാറ്റജി വേണം. വികാരങ്ങളെ നിയന്ത്രിക്കാനും 100 ദിവസം പുറംലോകവുമായി ബന്ധമില്ലാത്ത ഒരേ വീട്ടിൽ കഴിയുക എന്നത് പുറത്തുനിന്ന് കാണുന്നത് പോലെ എളുപ്പമല്ല. അതുകൊണ്ടാണ് പല ഫേവറേറ്റുകളും വഴിയിൽ വീഴുന്നതും അപ്രതീക്ഷിതമായി പലരും ഫൈനലിൽ എത്തുന്നതും. ഇപ്പോൾ പുറത്തു വരുന്ന പ്രഡിക്ഷൻ ലിസ്റ്റ് നോക്കിയാൽ മറ്റൊരു കാര്യം മനസ്സിലാകും. ഈ സീസണും വൈവിധ്യമാർന്ന ആളുകളുടേതാകാൻ സാധ്യതയുണ്ട്. നടന്മാരുണ്ട്, അവതാരകരുണ്ട്, വ്ളോഗർമാരുണ്ട്, ഫുഡ് കണ്ടന്റ് ക്രിയേറ്റർമാരുണ്ട്, ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള പ്രതിനിധികളുണ്ട്, സോഷ്യൽ മീഡിയ താരങ്ങളുണ്ട്. അതുതന്നെയാണ് ബിഗ് ബോസിന്റെ ശക്തിയും. പുറത്തുള്ള ലോകത്ത് ഒരിക്കലും ഒരുമിച്ച് ജീവിക്കാത്ത ആളുകളെ ഒരേ മേൽക്കൂരയ്ക്ക് കീഴിൽ എത്തിക്കുക. അവരുടെ അഭിപ്രായ വ്യത്യാസങ്ങൾ, അവരുടെ സൗഹൃദങ്ങൾ, അവരുടെ തർക്കങ്ങൾ, അവരുടെ കണ്ണീർ, അവരുടെ സന്തോഷം, ഇതെല്ലാം ക്യാമറയ്ക്ക് മുന്നിൽ നടക്കും. അതിലാണ് ഓരോ സീസണും വ്യത്യസ്തമാകുന്നത്. ഈ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ മറ്റൊരു പേര് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നുണ്ട്. നോക്കു മക്കളെ നോക്ക് എന്ന ഡയലോഗിലൂടെ വൈറലായ ആകാശ് പരമേശ്വരന്റേതാണ്. അയാൾ വന്നാൽ എന്തായിരിക്കും? സോഷ്യൽ മീഡിയയിലെ അതേ ഊർജം വീടിനുള്ളിലും കാണുമോ, അതോ നമ്മൾ കാണാത്ത മറ്റൊരു വ്യക്തിത്വം പുറത്തു വരുമോ? ഇതുപോലുള്ള ചോദ്യങ്ങളാണ് ആളുകളെ ആവേശത്തിലാക്കുന്നത്. കാരണം ബിഗ് ബോസ് വീട്ടിലേക്ക് കയറുന്ന നിമിഷം മുതൽ എല്ലാവരും ഒരേ നിലയിലാണ്. അവിടെ ഫോളോവേഴ്സിന്റെ എണ്ണം സഹായിക്കില്ല, യൂട്യൂബ് സബ്സ്ക്രൈബേഴ്സ് സഹായിക്കില്ല, റീൽസിന്റെ വ്യൂസ് സഹായിക്കില്ല. അവിടെ എല്ലാവരും മത്സരാർത്ഥികൾ മാത്രമായിരിക്കും. ഇവരെ കൂടാതെ ലിസ്റ്റിലുള്ളത് സിനിമാ സീരിയൽ താരം സോന നായർ, അവതാരകൻ ജീവ, ബ്യൂട്ടി ബ്ലോഗർ ഗ്ലാമി ഗംഗ, ബ്ലോഗർ പ്രണവ് കൊച്ചു, ട്രാൻസ് കമ്മ്യൂണിറ്റിയിൽ നിന്നും ജാസി ജാസിൽ, കമന്റേറ്ററും അവതാരകനുമായ രാഹുൽ ഈശ്വർ, മൗനരാഗം ഫെയിം ഐശ്വര്യ റംസായ്, കണ്ടന്റ് ക്രിയേറ്റർ അഖിൽ എൻ, ട്രാൻസ് വുമണും തമിഴ് ബിഗ് ബോസ് താരവുമായ അപ്സര CJ, അവതാരകൻ രോഹൻ, അഭിനേത്രി അവന്തിക മോഹൻ, ബ്ലോഗർ അൽഫുഡി സൂരജ്, യൂട്യൂബർ ഷഫീന ബീവി, ഫുഡ് ബ്ലോഗറും കുക്ക് വിത്ത് കോമാളി ഫെയിമുമായ ഹംഗ്രി മാഹി, അഭിനേത്രി ആലീസ് ക്രിസ്റ്റ്, നടൻ സിദ്ധാർത്ഥ് പ്രഭു, അവതാരക കെന്ന ഷാൽബിൻ, അവതാരക ട്വിങ്കിൾ ശീതൾ, നടൻ ബിജു സോപാനം, ഡാൻസർ അനില അനിൽകുമാർ, നടൻ ക്രിസ്റ്റി സെബാസ്റ്റ്യൻ എന്നിവരാണ്. നമ്മൾ പലപ്പോഴും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇത്തരം ആളുകളെ കുറിച്ച് അഭിപ്രായങ്ങൾ രൂപപ്പെടുത്താറുണ്ട്. അയാൾ നല്ലവൻ, ഇയാൾ മോശം, ഇയാൾ തമാശക്കാരൻ, ഇയാൾ അഹങ്കാരി, അങ്ങനെ പലതും. എന്നാൽ ബിഗ് ബോസ് പലപ്പോഴും ആ ധാരണകളെ തലകീഴായി മറച്ചിട്ടുണ്ട്. പുറത്ത് വളരെ സൈലന്റ് ആയി തോന്നിയവർ വീട്ടിനുള്ളിൽ ഫയർ ബ്രാൻഡുകളായി മാറിയിട്ടുണ്ട്. വളരെ ശക്തരെന്ന് തോന്നിയവർ സമ്മർദ്ദത്തിന് മുന്നിൽ തകർന്നിട്ടുണ്ട്. അതിലാണ് പ്രഡിക്ഷൻ ലിസ്റ്റുകൾ എപ്പോഴും കൗതുകകരമാകുന്നത്. പക്ഷേ അതിലും കൗതുകകരമായത് യഥാർത്ഥ ലിസ്റ്റാണ്. കാരണം ഓരോ വർഷവും ആളുകൾ പ്രവചിക്കുന്ന പല പേരുകളും അവസാന ലിസ്റ്റിൽ ഉണ്ടാകാറില്ല. അപ്രതീക്ഷിത മുഖങ്ങളാണ് പലപ്പോഴും സർപ്രൈസായി എത്തുന്നത്. അവരാണ് പിന്നീട് ഷോ ഗതി തന്നെ മാറ്റുന്നത്. അതിനാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്ന ഈ പേരുകൾ ശരിയാണോ എന്നത് വരും ദിവസങ്ങളിൽ അറിയാം.